ഹലോ ഗ്യായ്സ്, നമ്മളെത്തി ഗായ്സ്. ഇങ്ങോട്ട് ടാസ്ക്കാണ് ഗ്രാനിയമ്മയുടെ അടുത്ത് എസ്കേപ്പ് ആണ് ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ കളി ഗൈസ്. നമ്മൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ഗൈസ്. നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. അത് ഞാൻ ഫേസ് മാറ്റുവാണേ ഗൈസ്. അപ്പം നിങ്ങൾ ജയിച്ചിട്ട് ഞാൻ ഫേസ് ഇടും. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടണം ഗൈസ്, കേട്ടോ ഗൈസ്. എന്നാൽ കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആണല്ലോ ഗൈസ്? അപ്പോൾ നമുക്ക് കളിയിലോട്ട് കിടക്കാം ഗൈസ്. ഗൈസ് നമ്മൾ എൻ്റെ ആവാൻ പോവുകയാണ് ഗൈസ്. ലോഡിങ് ആവുകയാണ് ഗൈസ്. കളി തുടങ്ങാൻ പോവാണ് ഗൈസ്. ലോഡിങ് ഇവിടുന്ന് മാഞ്ഞു പോകണം ഗൈസ്. ഇവിടുന്ന് മാഞ്ഞു മുമ്പ് ഈ വർത്തം കണ്ടത് ഇവിടെ മാഞ്ഞു പോകണം. അത് മാഞ്ഞു മുമ്പ് നമുക്ക് സെറ്റാവും ഗൈസ്. ഇതുണ്ടോ ചുമ്മാ നമ്മളെന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ ആവും ഗൈസ്. ഇവിടുന്ന് ലോഡിങ് മാഞ്ഞു പോയതുണ്ടോ ഡേ 1 ഗൈസ്. നമ്മൾ കളി തുടങ്ങാൻ പോകുന്നു ഗൈസ്. ഗൈസ് നമ്മൾ എൻഡായിട്ടുണ്ട് ഗൈസ്. നമ്മൾ എൻഡായി. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതേ. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഗൈസ്? അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഗ്രാനിയമ്മായി വരണം. ഗ്രാനിയമ്മായിയെ അമ്മായി വരുന്നവരെ നമുക്ക് വിളിക്കാം ഗൈസ്. എൻ്റെ ഒരു ഊഹം വെച്ച് മോളിൽ നിന്നായിരിക്കും ഗൈസ്. ഗ്രാനിയമ്മയുടെ സൗണ്ട് ഒന്നും കേൾക്കണ്ട ഗൈസ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ് ഗ്രാനിയുടെ? ഗ്രാനി അമ്മായിക്ക് വരാൻ ഇത് മാത്രമല്ല. അമ്മായി ഇവിടെ ഇല്ല. ഒറ്റ തട്ടി അമ്മായി കാര്യം നമുക്കിവിടെ കുത്തിരിക്കുക. അവിടേക്കാണെങ്കിൽ എല്ലാം ഉണ്ട കയറിയില്ലേ പണിയാകും. അമ്മച്ചിനെയും കാത്തിരിപ്പാണ്. ഇവിടെ നിന്ന് ഒറ്റൊരെണ്ണം കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലാന്ന് കൊണ്ടോ. ഞാൻ ഇറങ്ങി ഒറ്റൊരു കൊടുക്കുമായിരുന്നു. ഇപ്പം സമയനെ എന്തായാലും മോളിൽ ചെന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ അമ്മച്ചി സൗണ്ട് കറക്റ്റ് അതിൽ നമ്മുടെ ഷൂട്ട്. ഓ വിനേഷ് സാധാരണ അട്ടയ്ക്കൊക്കെ
കറക്റ്റ് കൊള്ളുകയാണ്. എന്തായാലും നമുക്ക് വരാം. ആ സാധനം അവിടെ കിടക്കുന്നു. അമ്മാമ്മ മാഞ്ഞു ഇതാണ് ഡേസ് ഞാൻ പറഞ്ഞത്. ഇത് വെച്ച് വേറൊരു പണിയും ഉണ്ട് നമുക്ക്. ആവശ്യമുള്ളത് പാഡ്ലോക്ക് കിട്ടണം. ഇതുണ്ടോ? 2 3 ഉണ്ടോ? അവിടെ പോയി 1 2 ഇതിൻ്റെ അത് തന്നെ കിട്ടും. പാഡ്ലോക്ക് ഐ നീഡ് എ പാഡ്ലോക്ക്. പാഡ്ലോക്ക് ഇനി അമ്മച്ചിക്ക് ഒരു ഡോസും കൂടെ കൊടുക്കുന്നു. പിന്നെ നമുക്ക് പാഡ്ലോക്ക് അൺലോക്ക് ചെയ്യിപ്പിക്കാൻ സാധനം. ഇനി കിട്ടാണ്ട് ഹാമർ. ഇവിടെ നിന്ന് ഒറ്റ പൂട്ടഴി. അമ്മച്ചി വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇങ്ങനെ പോയി നമ്മളെ ഉണ്ടയും എടുത്ത് കുറച്ച് റൂമിൽ മുകളിലത്തെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാറുണ്ട്. അമ്മച്ചി വരുന്നതിന് മുന്നേ ഈ വഴിയാണ് നൈസായിട്ട് ഇറങ്ങി ചെന്നാലും വളവായോണ്ടാണ് എനിക്ക് പേടി. ഇതാണെങ്കിൽ വളവായിട്ടുണ്ട്. ഇവിടെ തന്നെ നിൽക്കാൻ കഴിച്ചു. വന്നിട്ട് അങ്ങനെ നൈസായിട്ട് സൈഡിലോട്ട് നിൽക്കാന്ന് കരുതിയാലും അപ്പോൾ ഇവിടെ കൊണ്ട് നേരെ അവിടെ പോയി. അമ്മ വാതിൽ ഉറങ്ങുന്ന സൗണ്ട് കേട്ട് പാഡ്ലോക്ക് കിട്ടിയ നന്നായി. ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഗ്രാനിക്ക് ആവശ്യമുള്ള ഡോസ് നമ്മളിതേ അമ്മയ്ക്ക് ഗ്രാനിയമ്മയുടെ റൂമിലൊന്ന് പോകണം. അതിന് മുന്നേ ഇവിടെ ഗൺപാട്ട് രണ്ടാമത്തെ ഗൺപാട്ട് ഞാൻ ഉപയോഗിച്ചു. ഇതിനകത്തൊന്നും ഇല്ല. ഉള്ള സാമാനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇത് നമ്മൾ കാലത്ത് പല്ല താട്ടിറങ്ങി ചെന്ന് ഗ്രാനിയമ്മയുടെ റൂമിൽ എന്താ നോക്കാം. അവിടെ നമുക്ക് ആവശ്യമുള്ള മാസ്റ്റർ കീ ആണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഗ്രാനിയമ്മയുടെ റൂം വരെ പോയിട്ട് ഷോർട്ട് ഗണ്ണിൻ്റെ എല്ലാ പാട്ടും നമുക്ക് കിട്ടും. ഇതെന്നാണ് കോഗുയിൽ അതൊന്നും കാണുന്നില്ല. റിമോട്ട് വെച്ച് നമുക്ക് ഇതാക്കുള്ള കീയാണ് നമുക്ക് അമ്മച്ചി വരുന്നത് മുൻപ് തന്നെയായി സാധനം അമ്മച്ചി വരുന്നതിന് മുന്നേ നമുക്ക് സാധനം എടുത്ത് കയ്യിലും നമ്മുടെ ഉണ്ടയുടെ പോയി ഇതേ കിടക്കുന്നു. അമ്മച്ചി എത്തിയിട്ടില്ലേ? ഹാമർ വെച്ച് ഫസ്റ്റ് തന്നെ ഈ റൂം അങ്ങ് തുറക്കും. ഹാമർ വേണം. അമ്മച്ചി അവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പണിയാവും. വേണ്ട അമ്മച്ചി വരുന്നവരോട് അമ്മച്ചി ഇപ്പോൾ വരുമായിരിക്കും എന്നും പറഞ്ഞ് നമ്മളിവിടെ നിൽക്കുകയാണ്. അമ്മച്ചി വരുന്നൊരു സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ നിന്ന് കൊണ്ടില്ല ഒറ്റ ഒരെണ്ണം കൊടുക്കുക. പക്ഷെ ഇവിടെ ഡോറിനിടയ്ക്ക് ഫിക്സ് ആയിപ്പോയ നമ്മൾ കയറിയാൽ
കുറച്ച് സ്ഥലം വരെ പോവാനുണ്ട് ഗൈസ്. അതിന് മുന്നേ നമ്മൾ ഇതുണ്ടോ ഈ സാധനം അവിടെ ഇട്ടിട്ട് മാറി മീറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോഴേ ആവശ്യം വരും. ഈ അമ്മായി മാറുന്ന വരെ നമുക്ക് ഇവിടെ നിൽക്കേണ്ട വരുന്നതാണ്. നമുക്ക് ഈ വാലടച്ചു നോക്കും ഗൈസ്. പോവല്ലേ ഗൈസ്. അമ്മായി സാധനം ഇവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് മുകളിലത്തെ റൂം നമ്മൾ സെർച്ച് ചെയ്യണം. ഇനിയിപ്പോൾ ബുക്ക് വെച്ചിട്ട് പിന്നെ ഫ്രീസിങ് ട്രാബും കൂടെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളെ പണി കുറ്റി ഏകദേശം കഴിയും. നമുക്ക് ഫ്രീസിങ് ട്രാബും കൂടെ ഒന്ന് എടുത്താൽ മതി. ഇനി കണ്ട നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി നാട്ടിൽ സ്റ്റെപ്പിൽ കൊണ്ട് വിടാമെന്ന് ഇതുണ്ട്. ഇവിടെ അമ്മച്ചി അവിടെ കുരുങ്ങിക്കോളും കേസ്. ഇവിടെ വരണ്ടോണ്ട് അമ്മച്ചി ഇനി വന്നോളും. അതിന് മുന്നേ നമുക്ക് ഉണ്ട് ഗൈസ്. അതിന് മുൻപ് തന്നെയായി നമുക്ക് അതിന് മുന്നേ തന്നെയായി നമ്മൾ താഴെ ഒരു ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഉള്ള സ്ഥലത്താണ് ഇവിടെ ഒരു പണി അമ്മച്ചി ഫ്രീസായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പം പടിഞ്ഞേന് കുറച്ച് താഴെറങ്ങിയില്ല ലേസ്. അമ്മച്ചി വരുവാണെങ്കിൽ കേൾക്കാൻ എൻ്റെ ഒരു പോകാൻ പറ്റാൻ മീറ്റ് കൊണ്ടായിരുന്നു വല്ല ആവശ്യമുള്ള സാധനം വല്ലതും ആണെങ്കിൽ അമ്മച്ചി ഫ്രീസായി അമ്മച്ചി. അതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഒന്ന് മുകളിൽ കൊണ്ട് ഇടണം. ഇതിവിടെ കിടക്കട്ട്. ഇനിയിപ്പോൾ ഹാമർ എടുത്തിട്ട് ഇനി 2-6 വെടി തള്ളക്കിട്ട് കൊടുക്കാനുള്ളതാണ്. ഹാമർ എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കട്ടിങ് ചെയിൻ എടുക്കണം. അയ്യോ താഴെ അതിനായിരുന്നു. എന്നിട്ട് ഫ്രീസിങ് ട്രാബ് എടുത്ത് നമുക്ക് സൈഡിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഒരു വെടിയും കൂടെ അമ്മച്ച് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കട്ടിങ് ചെയിനായിരുന്നു. നമ്മളെ ഗൈസ് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് കട്ടിങ് ചെയ്ത് അമ്മച്ചിക്ക് വേണ്ടി ഒരു ട്രാപ്പും കൂടി ഇട്ട് ഇതുകൊണ്ട് മോളിൽ ഇട്ടിട്ട് ഇനിയും നമുക്ക് കാർക്കി കിട്ടുമെന്നൊക്കെ വല്ല ഉപകാരം വല്ല എനിക്കറിയാം. ഇനിയിപ്പോൾ നമുക്ക് മാസ്റ്റർ കീ മാത്രം കിട്ടിയാൽ മതി. മാസ്റ്റർ കീ ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടുമോ എന്തോ. വീൽ ക്രാങ്കും കിട്ടാണ്ട്. വീൽ ക്രാങ്കും കുറച്ചുകൂടെ ആശ്വാസം. സാധനം മോളിൽ കൊണ്ടുപോകണം. അത്രയും നേരത്തേക്ക് അമ്മായിനെ ഉറക്കി കിടത്തണം. പെട്ടെന്ന് നമുക്ക് ബുക്ക് നമുക്ക് പിന്നീട് വല്ലതും കൊണ്ട് ഇടാൻ പറ്റും. അത് നടക്കൂല. മീറ്റ് നമുക്ക് പിന്നെ കൊണ്ടേ കൊടുക്കാൻ പറ്റും. അതിന് പിന്നെ നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുക്കട്ടെ. സ്ക്രൂ ഡ്രൈവർ അവിടെ കിടപ്പുണ്ട്. സ്ക്രൂ ഡ്രൈവർ മുകളിൽ മുകളിൽ കൊണ്ടിട്ട് ഫ്രീസിങ് ട്രാബ് എടുത്തിട്ടില്ലേ. നമ്മൾ ഫ്രീസിങ് ട്രാബും കൂടെ എടുക്കാൻ വരണം. ഇതുകൂടെ കിടക്കട്ട്. ഉരുണ്ട് പോയാലും പെട്ടെന്ന് വരാൻ കഴിച്ചു. ഹാമറും എടുക്കും.
ഇനിയിപ്പോൾ ഫ്രീസിങ് ട്രാബ് എടുക്കാൻ എനിക്ക് പറ്റിയല്ലേ, പണിയാവും ഗൈസ്. ഫ്രീസിങ് ട്രാബ് എടുക്കുമ്പോഴേ അതിന് പിന്നെ നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് ഒന്ന് മുകളിൽ കൊണ്ടിട്ടിട്ട് ഓടി വരാം. അതവിടെ ഇട്ട് ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിൽ കാർക്കി കിട്ടുമെന്ന് കൊള്ളാം. കാർക്കി കിട്ടി പൊന്നെ. ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഹാമറും കാർക്കിയും താഴെട്ടിടാൻ. കാറിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും നല്ലൊരു സാധനം കിട്ടുമെങ്കിൽ അതവിടെ കിടക്കും ഗൈസ്. ഇനിയിപ്പോൾ ഹാമർ എടുക്കണം. ഹാമർ എടുത്ത് ഇതും കൂടെ താഴെട്ടിട്ടേക്കാം. കാർക്കി പോയില്ലേ, കാർക്കിയും താഴെട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് ഓരോന്നായിട്ട് നമ്മൾ താഴോട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ അങ്ങോട്ട് ഇട്ടേക്കാം. അത് വീഴുന്നില്ല, അത് വീണില്ല. അതവിടെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റി ആയുധം കൂടെ എടുക്കാറുണ്ട്. അതിനെ ഗ്രാനി വന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് അമ്മായി വന്നാൽ മാത്രം മതി. ഇനി കട്ടിങ് ചെയിൻ എടുക്കാൻ പറ്റിയല്ലേ, അടഞ്ഞിരിക്കുകയാണ്. ഹാമറും കൂടെ എടുത്തോണ്ട് വരണം തല്ലി പൊളിക്കാനേ. ഇതും കൂടെ ഒന്ന് തുറന്നു വിട്ടിട്ട് നൈസായിട്ട് നമുക്ക് കട്ടിങ് ചെയിൻ എടുത്ത് അല്ലാണ് ഇവിടെ വരണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരു കുന്തവും ഇല്ല എടുക്കാൻ. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രഞ്ച് ഒരു ഉപകാരവും ഇല്ല. ഒറ്റ കൊടുക്കാൻ എല്ലാം കൊണ്ടു അമ്മായി എന്നെ എടുക്കുന്നേ. അതിനുള്ള പലഹാരത്തള്ളയുടെ മൂട്ടിന് നിന്റെ അത് നമുക്കൊന്നും കിട്ടാനില്ല. എന്തായാലും നമ്മൾ ഒരെണ്ണം കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയിൻ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിലോട്ട് വന്നാൽ കിടക്കട്ടെ ഒന്ന് കൈ പിടിക്കാൻ തള്ളമായ നമുക്ക് കയറും ചെല്ലും കൈസ് എത്തും. ഇനിയിപ്പോൾ നമുക്ക് ആ ബുക്കും കൂടെ എടുത്ത് വെച്ച് ബുക്ക് അവിടെ ആയിട്ടാണ് ബുക്കെടുത്ത് സ്പൈഡർ ഗ്രാനിൽ എടുത്തുള്ള സാധനം വെക്കുക, കത്തിച്ച് വിടുക. ഇതായിരിക്കണം ബുക്ക്. പേടി കാർക്കി താഴെ ഇനിയിപ്പം നമുക്ക് ഇതുകൊണ്ട് വെക്കാം. പ്ലേ ഹൗസ് കീ ഉണ്ട്. ഒരെണ്ണം കിട്ടിയിട്ടില്ല, അതാണ് സത്യം. എൻ്റെ അത് ഗ്യാസിലും കിട്ടുന്നുണ്ട്. കാർ ബാറ്ററി അതാണെങ്കിൽ ഇത് കാർക്കി കൊണ്ട് എന്നാ കിട്ടുമെന്ന് നമുക്കറിയില്ല. അത് എടുക്കാനും ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഇത് നോക്കി ഇവിടെ കിടക്കട്ടല്ലേ. കാർക്കി ഇവിടെ ഇട്ടിട്ട് ഈ സാധനം എന്നിട്ട് ആ കാർക്കി ഇങ്ങെടുത്ത് നമ്മൾ നൈസായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ കാർക്കിക്ക്
ഡോക്ടർ മെലൻ്റെ അക്കൗണ്ടാന്ന് നോക്കണം പോയിട്ട് അത്യാവശ്യമാണ് ഗൈസ്. നമ്മൾ നൈസായിട്ട് തോക്ക് ഇട്ടിട്ട് പോത്തില്ലേ, തോക്കാദ്യം കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. അല്ല ഗൈസ്, നമുക്ക് ഈ മെലാൻ ആദ്യം വെച്ചിട്ട് അല്ലെങ്കിൽ മാസ്റ്റർ കീ ഇതാണ് നമുക്ക് അത്രയ്ക്ക് സ്പാർക്ക് പ്ലഗ് ഗൈസ്. അപ്പം നമുക്ക് ഇനിയിപ്പം ഗ്രാനിയുടെ അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ ഗൈസ്. ഹൗസ് കീ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് സേഫ്റ്റി അവിടെ നോക്കിയാൽ പണി പാടും. ഒടിഞ്ഞില്ലായിരുന്നു, ചൊടിഞ്ഞില്ല. നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോവാൻ തോക്കും കിടത്തിട്ട് തള്ളേ. ബാറ്ററി മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി. ഹാമർ എടുത്തിട്ട് ഈ 4 വശം പൊളിച്ചു നോക്കണം. മുകളിലൊന്നും പൊളിക്കാനില്ല. പിന്നെ ഇപ്പം ഈ സാധനം കട്ടിങ് ചെയ്യുന്ന താഴെയും കട്ട് ചെയ്യാണ്ട് നമുക്ക് വെറും ഒരു സാധനം കിട്ടിയാൽ അത് കിട്ടാനാണ് പാട് പറ്റുന്നത്. അതും കൂടെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനത്തെ സ്ഥിതിയാണ്. ഇനിയിപ്പോൾ അമ്മച്ചി എണീക്കുന്നതിന് മുന്നേ നമ്മൾ സാധനം എടുത്ത് ആ സാധനം പോയില്ലേ, ഈ സാധനം ഇറങ്ങിപ്പോകും. സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വന്നില്ലേ, പണി പിന്നെയും കിട്ടിയാണ്. സ്ക്രൂ ഡ്രൈവർ എടുത്തില്ലേ. ഇപ്പം അമ്മച്ചി വരുന്നവരോടെ നിൽക്കാൻ. അമ്മച്ചി ഉറക്കത്തിലോട്ട് പോയിട്ട് നമുക്ക് പോകാൻ സേഫ്റ്റിക്കകത്തെന്തെങ്കിലും കിട്ടുമെന്ന് കൊള്ളായിരുന്നു. ഒന്നുമില്ല സൗണ്ട് ഉണ്ടാക്കാൻ. ഇതായിരുന്നു നമ്മുടെ കൈക്ക് കൈ കൊണ്ട് തന്നെ സാധനം ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാൻ കഴിയും. സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് ആവശ്യം. പ്ലേ ഹൗസ് കീ അവിടെ കിടപ്പുണ്ട്. ഗോഗിയിൽ ഇട്ടിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്തും ഗോഗിയിലാണെങ്കിൽ
ഇല്ലാത്തോടെ ഇറങ്ങിയാൽ നമുക്ക് പോവുക, അൺലോക്ക് ചെയ്യാൻ, ജയിക്കാം. അത്രയുള്ളൂ ഗൈസ്. നമ്മൾ ജയിക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ നല്ലത് ഗൈസ്. നമ്മൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയി. നമ്മൾ ഗ്രാനി ഫസ്റ്റ് ടൈം കളിച്ചു, ഫസ്റ്റ് തന്നെ നമ്മൾ ജയിച്ചു ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ ജയിച്ചു ഗൈസ്. ഇനി ഇതുപോലെ ഹൊറർ ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.